ഇന്ത്യൻ എയർഫോഴ്സ് ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അച്ചടക്കവും കർശനതയും സമയനിഷ്ഠയും ഒക്കെ ചേർന്ന ഒരു സ്ട്രിക്ട് ലൈഫാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഒരാളാകുമ്പോഴോ വളരെ കർക്കശനായ ഒരാളായിരിക്കുമെന്ന് തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ മുൻവിധികളെ തിരുത്തി കുറിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി അങ്ങനെ ഒരാളാണ്. ഉള്ളിൽ അതീവ നൈർമല്യമുള്ള മനസ്സ്, ലളിതമായ ജീവിതം, ദുശീലങ്ങളുടെ നിഴൽ പോലും തൊടാത്ത എല്ലാവരെയും ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഒരു ഹൃദയം, ആർക്കും എപ്പോഴും സഹായ ഹസ്തവുമായി കൂടെ നിൽക്കുന്ന കമ്പാഷനേറ്റ് ഹാർട്ട്. ഇന്ത്യൻ എയർഫോഴ്സിലെ 20 വർഷത്തെ സേവനത്തിന് ശേഷം ശ്രീ ദിനേശ് ശങ്കരൻ തിരഞ്ഞെടുത്തത് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയായിരുന്നു. യൂണിഫോമിൽ രാജ്യത്തെ സേവിച്ച അദ്ദേഹം പിന്നീട് മനുഷ്യരുടെ മനസ്സുകളുടെയും അവരുടെ ഉള്ളിലെ സാധ്യതകളെയും ഉണർത്തുന്ന ഒരു ദൗത്യത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് അദ്ദേഹം മാസ്റ്റർ ലൈഫ് കോച്ച്, കോർപ്പറേറ്റ് ട്രെയിനർ, എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണലിന്റെ ഡയറക്ടർ എന്നീ മേഖലകളിലൂടെ തന്റെ ട്രെയിനിങ്ങിനോടുള്ള പാഷൻ ആയിരങ്ങളിലേക്ക് പകരുകയാണ്. മനഃശാസ്ത്രവും ആത്മീയതയും എയർഫോഴ്സിലെ ജീവിതാനുഭവങ്ങളും സമന്വയിപ്പിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ വെളിച്ചം പകരുന്ന ഒരു മെന്ററായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. യു ടേണിലൂടെ ദ ഡ്രീം ചേസേഴ്സ് സീരീസിലേക്ക് ശ്രീ ദിനേശ് ശങ്കറിനെ ഏറെ കടപ്പാടോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? തീർച്ചയായിട്ടും. സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ, കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? അന്നേ എയർഫോഴ്സ് മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നോ? അല്ല, കുട്ടിക്കാലത്ത് എയർഫോഴ്സ് വലിയൊരു സ്വപ്നം അല്ലായിരുന്നു. വലിയൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ വലിയൊരു കോടീശ്വരനാകണം എന്നൊരു ആഗ്രഹമായിരുന്നു. കാരണം കുട്ടിക്കാലം അത്ര ഒരു കളർഫുൾ ആയിരുന്നില്ല. വീട്ടിലൊരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അച്ഛൻ മാത്രമാണ് കഷ്ടപ്പെട്ടിരുന്നത്. അച്ഛൻ സാധാരണ ഒരു കള്ള് ചെത്തുന്ന തൊഴിലാളിയായിരുന്നു. അപ്പൊ അച്ഛനെ ശരിക്കും ഫിസിക്കലി ഹെൽത്ത് ഉള്ള സമയത്ത് നമ്മൾ നല്ല സന്തോഷത്തോടെയാണ് പോയത്. പിന്നീട് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അപ്പൊ ആ സമയത്ത് നമ്മുടെ കോളേജ് ഡേയ്സിലൊക്കെ അത് നന്നായിട്ട് അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ സ്വപ്നം ഒന്നല്ല, എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിക്കണം, എനിക്ക് എൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ അത് വളരെ അത്യാവശ്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടി. അതേപോലെ ചിന്തിക്കുന്ന ഒരു 4-5 സുഹൃത്തുക്കളെ ഒപ്പം കിട്ടി. അപ്പൊ നമ്മൾ ഈ ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ പെട്ടെന്ന് +2 കഴിഞ്ഞ് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെ ട്രൈ ചെയ്താണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ ട്രൈ ചെയ്തപ്പോൾ തന്നെ കിട്ടിയത് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ് കേട്ടോ. ഞങ്ങൾ 5 പേര് പോയി, 2 പേർക്ക് കിട്ടി, സെലക്ഷൻ കിട്ടി. പക്ഷെ ഒരാൾ ഫൈനൽ മെഡിക്കലിൽ ഔട്ടായി. ഞാൻ മാത്രം അവസാനം ഫൈനൽ ലിസ്റ്റിൽ വന്നു. ഇന്ത്യൻ ആംഡ് ഫോഴ്സിലെ ഏത് വിങ് ആണെങ്കിലും മൂന്നിൽ ഏത് ചോയ്സ് എടുത്താൽ പോലും ഇനീഷ്യൽ ട്രെയിനിങ് എന്ന കടമ്പ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൽ ദിനങ്ങളിലെ ആ ഇനീഷ്യൽ ട്രെയിനിങ് സെഷൻ, അച്ചടക്കമുള്ള ഒരു ജീവിതം, അത് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇട്ട് പോരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? നിർത്തിയിട്ട് പോരാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിലെ അവസ്ഥ ആരും നിർത്തി പോരില്ല. പക്ഷെ ടഫായിരുന്നു. നമ്മള് ഫിസിക്കൽ സൈഡൊക്കെ ഞാൻ വളരെ ഒരു അത്രയും ഒരു പെർഫെക്റ്റ് ഒരു ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ പതുക്കെ പതുക്കെ പിടിച്ചു. അവിടെ നല്ല കുറെ സുഹൃത്തുക്കളുടെ സഹായം കിട്ടി. എൻ്റെ ഏറ്റവും മികച്ച ഫ്രണ്ട്സ് ഒക്കെ ശരിക്കും ആ എയർഫോഴ്സ് ലൈഫിൽ നിന്നാണ് കിട്ടിയത്. എൻ്റെ ഏറ്റവും മികച്ച ഫ്രണ്ട് ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്, റെഡ്ഡി എന്നാണ് പേര്. അദ്ദേഹം ഫിസിക്കലി വളരെ ഫിറ്റ് ആയിരുന്നു. ഞാൻ ഓട്ടത്തിലെല്ലാം ചാമ്പ്യനായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനാണ് ഇവര് കൂട്ടുപിടിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ട് പതുക്കെ എൻ്റെ ലെവലും കൂട്ടി. ആ ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് നമ്മളെ തന്നെ തിരുത്തുമായിരുന്നു. ഏകദേശം 2 വർഷം ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളുടെ ബലഹീനതകളെല്ലാം പതുക്കെ പതുക്കെ വിട്ടുപോകാൻ തുടങ്ങിയിരുന്നു. ഓക്കെ, അപ്പൊ 20 വർഷത്തെ എയർഫോഴ്സ് ജീവിതം താങ്കളെ പഠിപ്പിച്ച ഏറ്റവും വലിയ ജീവിത പാഠം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഡിഫൻസ് ലൈഫിൽ ആ മേഖലയിൽ കടന്നു പോകുന്ന എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സത്യം അതാണ്. നമ്മൾ ഒന്നിനോടും വല്ലാതെ അങ്ങോട്ട് അറ്റാച്ച് ആവില്ല. കാരണം എല്ലാം മാറുന്ന ആ ഒരു ഇതില്ലേ, ഭയങ്കര അഡാപ്റ്റബിലിറ്റി തന്നെ വരുന്നുണ്ട്. കാരണം ഒന്നും ഇന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നാളെ എവിടെയാണെന്ന് നമുക്കറിയില്ല, നാളത്തെ ഡ്യൂട്ടി എന്താണെന്ന് അറിയില്ല. ഒരു സ്ഥലത്തും 3-4 കൊല്ലത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നില്ല. എപ്പോഴും എല്ലാതും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ മാറ്റങ്ങളെ ഏറ്റവും പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ പഠിപ്പിച്ചത് ഡിഫൻസ് ലൈഫാണ്. പ്രത്യേകിച്ച് നമ്മൾ ടെക്നിക്കൽ ഇതായിരുന്നു, ഒരു റഷ്യൻ വിമാനത്തിന്റെ ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ വിമാനത്തിന്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്യാണ്ട്, യാത്രകൾ ഇന്ത്യയിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഞങ്ങൾ ചണ്ഡീഗഡ് ബേസ് ആയിരുന്നു. അപ്പൊ അതിലൊരു കൊറിയർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഞങ്ങളെ വിമാനം IL വിമാനത്തിലായിരുന്നു. കൊറിയർ സർവീസ് രാവിലെ ഏകദേശം ഒരു 6 മണിക്ക് ചണ്ഡീഗഡ് ടേക്ക് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് പോകുന്നത് ശ്രീനഗറിലേക്കാണ്. ശ്രീനഗറിൽ ചിലപ്പോൾ മൈനസ് ടെമ്പറേച്ചർ ആവും. അപ്പൊ അവിടുന്ന് ചായ കുടിക്കും. പിന്നെ ലഞ്ച് ഡൽഹിയിലാവും. ഡൽഹിയിലും ചിലപ്പോൾ സമ്മർ ആയിരിക്കാം, ഒരു മീഡിയം ടെമ്പറേച്ചർ ആവും. അത് കഴിഞ്ഞ് സൗത്തിലേക്ക് വരും, പൂനെ,
അപ്പൊ പൂനെയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് എത്തുമ്പോഴേക്കും അത് സമ്മർ ആവുന്നു. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ രാജ്യത്തിൽ തന്നെ ഡിഫറെന്റ് കാര്യങ്ങൾ വളരെ ഒരു ദിവസം തന്നെ നമ്മൾ അനുഭവിച്ചിരുന്നു. അതുപോലെ ഒരുപാട് വിദേശ രാജ്യങ്ങളും യാത്ര ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ പഠിച്ചു വളർന്ന അതിനൊക്കെ തിരുത്താനും പുതിയ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാനും ഈ ഒരു ഡിഫൻസ് ലൈഫ് എന്ത് വന്നു കഴിഞ്ഞാലും സ്വീകരിക്കുക. അത് 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുക. ഇനി ഒരു കാട്ടിലാണെങ്കിൽ അതിന്റെ രീതി ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുക. അപ്പൊ ജീവിതം ആഘോഷിക്കാൻ പഠിച്ചത് അത് ഡിഫൻസ് ലൈഫിൽ നിന്ന് കിട്ടിയൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ഈ 20 വർഷക്കാലം ഒരു വാർ സോൺ മേഖലയിലോ അല്ലെങ്കിൽ ഒരു ഈ അഡ്വഞ്ചറസ്, ഇപ്പൊ കാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണി ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. ഈ ഫീൽഡ് ടെക്നിക്കൽ ഇതിന്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകുന്നില്ലെങ്കിലും എല്ലാ എക്സസൈസിലും ഭാഗമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അതെല്ലാം അഡ്വഞ്ചറസ് ലൈഫ് തന്നെയാണല്ലോ. ഈവൻ പല ഈ മിഷനുകളിലും ഈവൻ ഞാൻ റിട്ടയർഡ് ആവുന്ന സമയത്ത് തന്നെ ആ കൊറോണ മിഷനിലൊക്കെ നമുക്ക് 10-20 ദിവസം കണ്ടിന്യൂസ് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ക്ഷീണമോ നമ്മളുടെ ഫീലിങ്സോ ഒക്കെ മാറ്റി വെച്ചിട്ടാണല്ലോ എല്ലാ ഇതും ചെയ്യുക ഒരു ടീമായിട്ട്. അതൊക്കെല്ലാം ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ ആ ടീമിന്റെ കൂടെ പോകുന്നു, ബെസ്റ്റ് ആയിട്ട് പോകുന്നു. അതും വലിയൊരു ടീച്ചിങ്സ് തന്നെയാണ്. വല്ലാതെ ചിന്തിച്ച് ടെൻഷൻ അടിക്കാന്നുള്ളതാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ. താങ്കൾ പറഞ്ഞുവല്ലോ ചെറുപ്പകാലത്തെ ഒരു ജീവിത രീതികളും ഒക്കെ നിറയെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇതിൽ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ഇതേപോലെ ഒരു നിർബന്ധിത സൈനിക പരിശീലനം ഇന്ത്യയിൽ വന്നാൽ യുവതലമുറയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് സാധിക്കുമോ? അതായത് അച്ചടക്കവും ഉത്തരവാദിത്വവും ഇപ്പോൾ ഉള്ള ഈ കംഫർട്ട് സോണിൽ നിന്ന് കുട്ടികൾ മാറി ചിന്തിക്കാൻ തുടങ്ങുമോ? തീർച്ചയായിട്ടും. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് അതെനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും ജനസംഖ്യയുള്ളതാണ്. മിലിറ്ററി ട്രെയിനിങ് ഏതൊരു മനുഷ്യനെയും മാറ്റും. അത് എനിക്ക് എഴുതി തരാൻ പറ്റുന്ന കാര്യം. ഞാൻ തന്നെ വളരെ നമ്മൾ വീട്ടിൽ ഒരു അത്രയും ഒരു ബ്രോഡ് മൈൻഡ് ആയിട്ടോ ആളുകളായിട്ട് ഷെയറിങ്ങോ അങ്ങനൊന്നും അത്ര ഒന്ന് ശീലിച്ചു വന്നൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അതെല്ലാം എന്നെ പഠിപ്പിച്ചത് മിലിറ്ററി ലൈഫാണ്, അവിടുത്തെ സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മുടെ സെൽഫിഷ്നെസ് എല്ലാം മാറ്റിവെച്ച് ഒരു ടീമായിട്ട് ചേരാനും ഒപ്പമുള്ളവരുടെ വേദനയും വിഷമൊക്കെ മനസ്സിലാക്കാനും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ അതെനിക്ക് തന്നെ നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ട സമയത്ത് അവധിയിൽ വരാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളുടെ ആ ചേർത്ത് പിടിക്കല്, ആ സപ്പോർട്ട്, ഒരു ഫാമിലി മെമ്പറിന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഈവൻ ഞാൻ ഡ്യൂട്ടിയിൽ നാഗ്പൂർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മകന് ആക്സിഡന്റ് പറ്റി ചണ്ഡീഗഡിൽ. ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു, ഇതായിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു ഫീൽ ഇല്ല. കാരണം എൻ്റെ ഏറ്റവും മികച്ച സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവും, ഒപ്പമുള്ള ആളുകൾ അവിടെ ഉണ്ടാവുന്ന അതൊരു വലിയ ബോണ്ടാണ്. അത് ഞാൻ പുറത്തെ ഓർഗനൈസേഷനിൽ അത്ര കണ്ടിട്ടില്ല. അത് ആ ഒരു ബോണ്ട്നെസ്, ആ ടുഗദർനെസ്, ഒപ്പം ചേർത്ത് പിടിക്കാനുള്ള കഴിവ്, ഇതെല്ലാം മിലിറ്ററി ലൈഫിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ സ്ട്രഗിളും ചലഞ്ചസും അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന് ഈ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. ഒപ്പം ആളുകളെ ചേർത്ത് പിടിച്ചാലേ ഇതിനെ മറികടക്കാൻ പറ്റുന്നുള്ളൊരു ചിന്ത അവിടെ വരുന്നുണ്ട്. അത് പുറത്ത് അത് അനുഭവിക്കുന്നില്ല. പിന്നെ സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ തന്നെ നമ്മളെ തിരിച്ചറിയുന്നതും നമ്മുടെ വീക്ക്നെസ്സിനൊക്കെ മറികടക്കുന്നു. അപ്പൊ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഒരു യൗവനത്തിൽ ഹൈലി എനർജറ്റിക് ആയ കുട്ടികൾക്ക് ഇത് കിട്ടുമ്പോൾ, നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഡിസിപ്ലിൻ ആവണം അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയുന്ന പോലെ അല്ലല്ലോ. ഫീൽഡിൽ ഇത് അനുഭവിക്കുമ്പോൾ അവരുടെ എനർജി ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുമ്പോൾ അവർ വേറെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത് അത് തീർച്ചയാണ്. ഓക്കെ. എയർഫോഴ്സ് ജീവിതത്തിൽ നിന്ന് ഒരു യു ടേൺ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തൊക്കെ ഭയങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു? ഏത് ഫീൽഡ് ആയിരിക്കണമെന്ന് ആദ്യം ഉറപ്പിച്ചിരുന്നോ? എനിക്കവിടെ ഭയം ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം ആ ഒരു നമുക്കൊരു 20 years ആകുമ്പോൾ ഒരു വളണ്ടിയർ റിട്ടയർമെന്റ് എടുക്കാം, അങ്ങനെ പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട്. അതിന് മുന്നേ കുറെ ട്വിസ്റ്റുകൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അതും ഒരു ട്വിസ്റ്റ് ആയിരുന്നു. എനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഞാൻ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത്. കാരണം അതിന് മുന്നേ തന്നെ സൈക്കോളജി പഠനങ്ങൾ ഇങ്ങനെയുള്ള പഠനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഞാനൊരു തീരുമാനം വളരെ മാനസികമായിട്ട് 100% ഒരു തീരുമാനം എടുത്തിരുന്നു. ഇനി കാരണം എയർഫോഴ്സ് വളരെ മികച്ചൊരു ഓർഗനൈസേഷനാണ്. ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നല്ല എന്താ പറയുക അനുഭവങ്ങളുണ്ട്. ഈ ഓർഗനൈസേഷൻ വിട്ടിട്ട് ഞാൻ ഒരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു ചെയറിലിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എനിക്ക് ഏറ്റവും തൃപ്തിയുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പൊ ഈ സൈക്കോളജി പഠനങ്ങളിലേക്കൂടെ പോകുമ്പോൾ കുറച്ച് തിരിച്ചറിവ് കിട്ടിയിരുന്നു. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആന്തരികമായിട്ട് സംതൃപ്തി കിട്ടണമെങ്കിൽ നമ്മൾ പൊതുവെ 3 കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുക്കുക. ഒന്ന് പണം, അധികാരം അല്ലെങ്കിൽ പ്രശസ്തി. അത് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ
പ്രൊഫഷൻ അത് മറ്റുള്ളവർക്കും കൂടിയും ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും തൃപ്തിയും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തീർച്ചയായും. അപ്പൊ ആ സമയത്ത് നല്ല നല്ല കുറെ മനുഷ്യന്മാരെ പരിചയപ്പെട്ടു, നല്ല കുറെ ഗുരുക്കന്മാര് നമ്മുടെ ജീവിതത്തിൽ വന്നു. ഇതെല്ലാം കൂടി ഒരു കോമ്പിനേഷനായി വന്നപ്പോൾ പതുക്കെ ട്രെയിനിങ്, ഇങ്ങനെയുള്ള സൈക്കോളജിക്കലി ഇങ്ങനെയുള്ള കോഴ്സുകളും ട്രെയിനിങ് ഫീൽഡിലേക്കും പതുക്കെ ഒരു ചെറിയൊരു ഷിഫ്റ്റ് അവിടെ നടക്കുകയാണ് സംഭവിച്ചത്. അതുകൊണ്ട് മോശം ഒരു ഫീലിംഗ് വന്നിട്ടില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് സ്ട്രഗിളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഒരിക്കലും ഇതൊരു തെറ്റായ തീരുമാനം എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. അതിന്റെ ഇടയിൽ ഒരു സ്പിരിച്വൽ ട്രെയിനിങ് കൂടി താങ്കൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ഋഷികേശിൽ യോഗ വേദാന്തിക് സ്പിരിച്വൽ ട്രെയിനിങ് ഒരു കുറച്ച് കാലത്തേക്ക് ചെയ്തിരുന്നു അല്ലേ? അതെ അതെ അത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു? കാരണം ടോട്ടലി ഡിഫറെന്റ് ഒരു ഫീൽഡിലേക്കാണ് താങ്കൾ ആ സമയത്ത് സൈക്കോളജി പഠനങ്ങൾ കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒരു സ്പിരിച്വൽ യൂട്ടേൺ എന്ന് പറയുന്നത് വീണ്ടും കുറച്ച് കഠിനമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതെങ്ങനെ കോർപ്പറേറ്റ് ചെയ്തു? ട്രെയിനിങ്ങിൽ അതിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു? ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതെല്ലാം സംഭവിച്ചു പോയതാട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളൊന്നും അല്ല ഈ ജീവിതത്തിൽ വന്ന ടിസ്റ്റുകളൊക്കെ. അപ്പൊ ഇതിന് എൻ്റെ ഫാദറിന്റെ മെഡിക്കൽ കണ്ടീഷൻസും കൂടി ഒരു കാരണമായിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒരു വ്യക്തിയായിരുന്നു. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകയായി കാണാൻ പറ്റുന്ന അത്ര ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു കളരി അഭ്യാസിയൊക്കെ ആയിരുന്നു, ഓണത്തല്ലിനൊക്കെ ചാമ്പ്യൻ ആയിരുന്നു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, കൃഷി, ബിസിനസ് എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിട്ട് പോലും അച്ഛന് 2-3 തവണ അറ്റാക്ക് വന്നു, ബൈപ്പാസ് സർജറി കഴിഞ്ഞു, സ്ട്രോക്ക് വന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിരുന്നു. ഈ ലോകത്ത് അവൈലബിൾ ആയ, ഇന്റർനെറ്റിൽ അവൈലബിൾ ആയ റിസർച്ച് പേപ്പറുകളെല്ലാം വായിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കണക്ഷൻ കിട്ടിയത്. മനുഷ്യന്റെ ഹെൽത്തും ഹാപ്പിനെസ്സും നമ്മളുടെ ചിന്തകളായിട്ട്, നമ്മുടെ തോട്ട്സ് ആയിട്ട്, മനുഷ്യന്റെ ചിന്തയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇന്റേണൽ വേൾഡ് ആയിട്ട് അവന്റെ ഫിസിക്കൽ ഹെൽത്തും ഹാപ്പിനെസ്സും ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ഉള്ളില് കുറച്ച് മോശം ചിന്തകളും ദേഷ്യവും പകയൊക്കെ വരികയാണെങ്കിൽ അത് അവനെ ഏറ്റവും മോശം രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ സൈക്കോളജി പഠനം വന്നത്. അപ്പൊ സൈക്കോളജി പഠനത്തിലും ഈ റിലേഷനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ അധികം ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഈ സൊല്യൂഷനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് ചില ട്വിസ്റ്റുകൾ നടന്ന് അതിലൊന്നായിരുന്നു ഒരു യാത്ര. ആ യാത്ര ഒട്ടും പ്ലാൻ ചെയ്യാതെ ഇരിക്കുകയാണ്. ശരിക്കും ചണ്ഡീഗഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ആ സമയത്ത് കുറച്ച് കാലങ്ങൾ മുന്നേ ആട്ടോ ചണ്ഡീഗഡിന്റെ ഒരു ലോ ഫ്ലോർ ബസ് ഋഷികേശിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബസ് കാണാൻ നല്ല ഭംഗി. അപ്പൊ ആ ഒരു ഫ്രൈഡേ ആണ് ഞാൻ മാർക്കറ്റിൽ നിൽക്കുന്നത്. ബസ് കാണുന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒന്ന് പോകാലോ, സാറ്റർഡേ സൺഡേ അല്ലേ, അവധിയല്ലേ. പച്ചക്കറി മേടിച്ച് വീട്ടിൽ കൊടുത്തു. ഞാൻ വൈഫിനോട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് ഒരു യാത്ര പോയതാ. ഋഷികേശിലെത്തി. എൻ്റെ അധികം ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവിടെയും കുറെ ആളുകൾ ഇങ്ങനെ വഴിയിൽ കിടക്കുന്നുണ്ട്, എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അടിപൊളി യാത്രയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് ഒരു മലയാളിയായ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഗംഗയിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കാൻ വന്നായിരുന്നു തിരികെ നാട്ടിലേക്ക് പോണ സമയത്ത്. അപ്പൊ ഞാനാണ് എടുത്തു കൊടുത്തത്. അപ്പൊ ഞാൻ മലയാളി എന്നപ്പോ പുള്ളി സംസാരിച്ചു. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത്, ഇവിടെ ഒരു ആശ്രമമുണ്ട്, അവിടെ കോഴ്സുകളൊക്കെ നടക്കുന്നതാണ്, നിങ്ങൾ വേണമെങ്കിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷനൊക്കെ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ അക്കോമഡേഷന് വേണ്ടിയിട്ട് ആശ്രമത്തിൽ പോയി. അവിടെ നല്ല കുറെ സന്യാസിമാരായിരുന്നു, കുറെ നേരം സംസാരിച്ചിരുന്നു. പക്ഷെ അക്കോമഡേഷൻ ഒന്നും അവർ തന്നില്ല. പക്ഷെ അവർ പറഞ്ഞതാണ്, ഒരു വെൽ ഇൻ അഡ്വാൻസ് 1 മാസം മുന്നെങ്കിലും മെയിൽ അയച്ചു കഴിഞ്ഞാൽ അക്കോമഡേഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാറില്ല. പക്ഷെ കുറെ നല്ല സംസാരിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറെ നേരം സംസാരിച്ചോട്ടോ ഞങ്ങള്. അവിടെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള കുറെ ഡിഫൻസ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ നേരം സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നു. ഒരു 6-7 കൊല്ലം റിട്ടയർഡ് ആവണതിന്റെ മുന്നേ ഒരു 7 കൊല്ലം മുന്നേ ഇതൊക്കെ നടന്നത്. പക്ഷെ റിട്ടയർഡ് ആയപ്പോൾ ഇത് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോയിരുന്നല്ലോ, ഇങ്ങനെയുള്ള കുറെ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, അവിടെ ചില കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അത് കൊറോണയ്ക്ക് ശേഷമാണത്. പിന്നെ അന്ന് ഞാൻ ഗൂഗിൾ എടുത്തിട്ട് ഞാനും വൈഫ് ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യണം, ആശ്രമത്തിന്റെ പേരെന്തായിരുന്നു, സ്ഥലം എന്തായിരുന്നു. ആ ഇമേജ് കണ്ടപ്പോൾ, ഗൂഗിൾ ഇമേജ് കണ്ടപ്പോൾ ആശ്രമം പിടികിട്ടി. അവർ സൈറ്റ് കയറിയപ്പോൾ അവിടെ യോഗവേദാന്തയുടെ കോഴ്സ് ആഫ്റ്റർ കൊറോണ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഒരു വീക്കിൽ, ലാസ്റ്റ് വീക്കാണ്, ഒരാഴ്ചക്കുള്ളിൽ അപ്ലിക്കേഷൻ കൊടുക്കണം ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തു. അവരുടെ ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം എൻട്രി കിട്ടി. അങ്ങനെയാണ് ഞാൻ ആ ആശ്രമത്തിൽ എത്തിയത്. അപ്പൊ അതൊരു ടിസ്റ്റായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മൾ തേടുന്ന കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. വളരെ മികച്ച കുറെ ഗുരുക്കന്മാര്, ഒരുപാട് പേര്. അതിൽ സിവിൽ സർവീസ് വിട്ടു വന്ന ആളുകളുണ്ട്, കോളേജ് പ്രൊഫസറായിട്ട് വന്ന ആളുകൾ, വലിയ വലിയ കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ച് സന്യാസികളായ ഒരുപാട് നല്ല മനുഷ്യർ. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇന്ത്യൻ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി, കുറെ കാര്യങ്ങൾ, ഈ നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത മൈൻഡ്, ബോഡി, ഹെൽത്ത്, ഹാപ്പിനെസ്, റിലേഷൻസ്, എല്ലാം നല്ലൊരു ക്ലാരിറ്റി കിട്ടി.
അപ്പൊ അത് വലിയൊരു ടിസ്റ്റായിരുന്നു. അപ്പൊ നമ്മൾ വന്ന മേഖല ഒട്ടും, നമ്മളെടുത്ത തീരുമാനം ഒട്ടും മോശമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ കിട്ടി. പിന്നീട് ഈ ട്രെയിനിങ് മേഖലയിലൊക്കെ അവിടുത്തെ ആ ഒരു തിരിച്ചറിവുകളും അവിടുത്തെ കിട്ടിയ ഇൻസൈറ്റ്സ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആഹ് ഞാൻ തന്നെ ഒരുപാട് മേഖലയിൽ ഇപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി പോയി. നമ്മളും തിരിച്ചറിയുന്നുണ്ട് അത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ വളരെ ഗസറ്റഡ് റാങ്കിൽ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് അക്കാദമിയിലുണ്ട്, ഒരുപാട് കോടീശ്വരന്മാരായ ബിസിനസ് ആളുകളെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം പുറത്ത് നോക്കുമ്പോൾ തോന്നും ഇവരൊക്കെ വലിയ ടോപ്പ് ലൈഫാണ്. പക്ഷെ അവരായിട്ട് നന്നായിട്ട് അവരായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരനുഭവിക്കുന്ന സ്ട്രഗിൾ നമ്മൾ മനസ്സിലാവും. അപ്പൊ മനുഷ്യൻ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, ആന്തരികമായിട്ട് വല്ലാത്ത സ്ട്രഗിളിലൂടെയാണ് എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത്. അത് മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പാത, പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണെന്നുള്ളൊരു ബോധം കൂടി കിട്ടിയത്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് പോളക്കോളന്റെ വാക്കുകളാണ്. താങ്കളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം വന്നതിന് ശേഷം എല്ലാം ഫേവറബിൾ ആയിട്ട് ഓരോരോ സിറ്റുവേഷൻ താങ്കളുടെ മുന്നിൽ വന്ന് ഭവിക്കുന്നത് പോലെ, അല്ലേ? തീർച്ചയായും സൈക്കോളജി തീർച്ചയായും. ഈ 3 കാര്യങ്ങൾ സൈക്കോളജി പഠനത്തെ കുറിച്ച് പറഞ്ഞു. എയർഫോഴ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ 3 കാര്യങ്ങളും, സ്പിരിച്വൽ ട്രെയിനിങ്ങിന്റെ കാര്യവും പിന്നെ എയർഫോഴ്സിലെ കുറച്ച് അനുഭവങ്ങളും എല്ലാം കൂടി സമന്വയിപ്പിച്ചാണോ താങ്കൾ ട്രെയിനിങ് സെഷനുകൾ നടത്തുന്നത്? അതെ അതെ അതെ, ട്രെയിനിങ്ങിൽ അത് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഇതിൽ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ഈ ഇതിന് വരുന്നതിന് മുന്നേ തന്നെ പഞ്ചാബിൽ തന്നെ ബ്രഹ്മകുമാരീസിലെ കുറെ സിസ്റ്റേഴ്സിനായിട്ട് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അവിടുന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ ആ മെഡിറ്റേഷൻ ഭയങ്കരമായിട്ട് എൻ്റെ തന്നെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ഒരു 5-6 കൊല്ലമായിട്ട് മെഡിറ്റേഷൻ നമ്മൾ ഇതാക്കുന്നു. മെഡിറ്റേഷൻ ഭയങ്കര ഒരു പവർഫുൾ ടെക്നിക്കാണ്. നമ്മളുടെ ശീലങ്ങൾ, ദുശീലങ്ങൾ, നമ്മുടെ വേദനകളെല്ലാം നമ്മൾ പോലും അറിയാതെ വിട്ട് കളയാൻ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മെത്തേഡാണ്. അതെനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെ നമ്മുടെ ട്രെയിനിങ് മേഖലയിൽ ഏത് ഇതിലും കൊടുക്കാറുണ്ട്. അത് കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേർക്ക് സഹായമായിട്ടുണ്ട്. ഇപ്പോഴും അത് ഞാൻ നന്നായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഈ എക്സ്പീരിയൻസ് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പല ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായിട്ട്, അത് ഞാൻ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂർ, അപ്പൊ ഞങ്ങളുടെ സ്ഥാപനമായിരുന്നു അവരുടെ ട്രെയിനിങ് എടുത്തത്. ഒരു ഇയർലി ട്രെയിനിങ്, ഒരു 1-2 മാസമായിട്ടുള്ള ഒരു ട്രെയിനിങ്, അവിടെ നിന്നുകൊണ്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരൊരു ടെക്നിക്കൽ ഓർഗനൈസേഷനും കൂടിയാണ്. അമ്യൂസ്മെന്റ് പാർക്കാണ്. ഒരുപാട് ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, വളരെ മെക്കാനിക്കൽ കാരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന സേഫ്റ്റി ഇഷ്യൂസ്, അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഒരു വിസിറ്ററായിട്ട് ട്രെയിനിങ് നീഡ് അനാലിസിസ് മനസ്സിലാക്കാൻ ആ ഓർഗനൈസേഷൻ നന്നായി വിസിറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലായി, ഇവരുടെ വീക്ക്നസ് എന്താണെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു 20 വർഷം ഒരു ടെക്നിക്കൽ ഏരിയയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല ഇൻസൈറ്റ് കിട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റാറുണ്ട്. ഓക്കെ. ഫ്ലൈ ഹൈ എന്ന പേരിലല്ലേ താങ്കൾ കോർപ്പറേറ്റ് ട്രെയിനിങ് ഒരു മേഖല കൂടെ കൊണ്ടുപോകുന്നത്, അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ട്രെയിനിങ്ങിൽ വന്നു. ഒരു 8-10 കൊല്ലമായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൽ പല ഓർഗനൈസേഷൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, പല പേഴ്സണാലിറ്റികളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് കമ്പൈൻ, JCI, ഒരുപാട് ഓർഗനൈസേഷൻ, അതുപോലെ ഇന്റർനാഷണൽ കുറേ ട്രെയിനിങ് നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിൽ ഒരു മികച്ച കോർപ്പറേറ്റ് ട്രെയിനർ ആകാനുള്ള ഒരു കോഴ്സായിട്ട് ഒന്നുമില്ല. JCI കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കൊല്ലങ്ങളും നമ്മൾ അതിൽ പോയിട്ട് വളണ്ടിയറായി നിൽക്കണം. അപ്പൊ ഒരു ഒറ്റ കോഴ്സിലൂടെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥാപനവും ഇല്ല. അപ്പൊ അത് വലിയൊരു, കാരണം എല്ലാ ആളുകൾക്കും അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ അത്യാവശ്യം പണമൊക്കെ മുടക്കിയിട്ട്, സമയം മുടക്കിയിട്ട് പോകാൻ പറ്റില്ല. പല ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ് ഒക്കെ അവർ പല ജോലി ചെയ്യുന്ന ആളുകളാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ട്രെയിനിങ്ങിന്റെ ഈ സ്കിൽസും ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ മെത്തേഡ്സും കിട്ടുന്നില്ല. 10-12 മെത്തഡോളജീസ് ഉണ്ട്, പക്ഷെ എല്ലാവരും ട്രെയിനിങ് എന്ന് പല ആളുകളും തെറ്റിദ്ധരിക്കുകയാണ്. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഘോരമായി സംസാരിക്കലാണ് ട്രെയിനിങ് എന്നുള്ളത് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നു. പല ആളുകളെ അതേ ഒരു മെത്തേഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്, ലെക്ചറിങ് മെത്തേഡ് മാത്രം. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നു. ഒരു പ്രോബ്ലം ആണല്ലോ അത്. അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അത് കുറെ പേരോട് ഡിസ്കസ് ചെയ്തു. അതിൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അരുൺ സാറ്, ചെർപ്പളശ്ശേരിയുള്ള അദ്ദേഹം ഒരു നല്ല മികച്ച ട്രെയിനറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റാണ് ഫ്ലൈ ഹൈ. അപ്പൊ അത് വന്നപ്പോൾ തന്നെ സക്സസ് ആയി. കാരണം 4 ബാച്ച് വളരെ ഗംഭീരമായിട്ട് പോയി. ഇനി 5th ബാച്ച് വരുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയും കിട്ടുന്നില്ല. ഒരൊറ്റ വർക്ക്ഷോപ്പിൽ വന്നിട്ട് നന്നായിട്ട് കോർപ്പറേറ്റ് മേഖലയിൽ ട്രെയിനർ ആവാനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ അവിടെ പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെയാണോ എക്സെല്ല ഇന്റർനാഷണൽ എന്ന പ്രോഗ്രാമും? അതേപോലെ തന്നെയാണ് ഈ എക്സല സ്കിൽ മാസ്റ്റേഴ്സും വന്നത്. അതും യാദൃശികമായിട്ട് വന്നതാണ്. നമ്മുടെ പ്രസാദ് സാറ് കേരളത്തിൽ അറിയപ്പെടുന്ന മെന്റലിസ്റ്റും സൈക്കോളജിസ്റ്റും ഏനിയാഗ്രാം മാസ്റ്റർ കൂടിയാണ്. അപ്പൊ അദ്ദേഹം നമ്മളോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്താണ് ട്രെയിനിങ് ഒന്നും കൂടി സീരിയസ് ആയി കൊണ്ടുപോകാനും മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് സ്കിൽ മാസ്റ്റേഴ്സും രൂപപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം യാദൃശികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. എന്നാലും ഒരു ഡീപ്പ് ചിന്തകൾ ഇങ്ങനെ വരാറുണ്ട്. എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത വരുമ്പോൾ എവിടുന്നൊക്കെ ഒരു ഹെൽപ്പ് വരുന്നു. അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോർപ്പറേറ്റ് മേഖലയിൽ ഒരു ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ശരിക്കും എഫക്റ്റീവ് ആവോ? എത്ര അവേഴ്സ് വർക്ക്ഷോപ്പ് ആണ് അത്? 2 days റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു 12ഓളം ട്രെയിനിങ് മെത്തഡോളജീസ്, പിന്നെ സയന്റിഫിക് ടൂൾസ്, റിഫ്ലക്റ്റീവ് ടൂൾസ്, ലൈഫ് കോച്ചിങ് ടൂൾസ്. ആൾറെഡി നമ്മൾ ലൈഫ് കോച്ചിങ്ങിന്റെ ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അത് 2016 UK ബേസ്ഡ് ഒരു കോച്ചിന്റെ അടുത്ത്. അതൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത കോഴ്സുകളാണ്. ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം റിഫ്ലക്ഷൻ ഇപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ആളുകൾക്ക് ഉപകാരമാണ്. പല ആളുകളുടെയും ട്രെയിനിങ് ആ ഒരു സ്റ്റൈലേ മാറിക്കഴിഞ്ഞു അതിനുശേഷം. അതിപ്പോ നടന്ന പോസിറ്റീവ് കമാൻഡ് ഒരു മത്സരങ്ങളിലൊക്കെ പല ട്രെയിനേഴ്സും നമ്മളോട് നേരിട്ട് പറയാറുണ്ട്. അതുവരെ നമ്മൾ മൈക്ക് പിടിച്ച് സംസാരിക്കുന്ന രീതി മാറി. അത് മാത്രമായിരുന്നു, സംസാരം മാത്രമായിരുന്നു. ഇപ്പൊ സംസാരത്തിന് പകരം ഗ്രൂപ്പ് ഡിസ്കഷനും ആളുകളിൽ നിന്ന് ഷെയറിങ്ങും പല ആക്ടിവിറ്റീസ് എല്ലാം ഉൾക്കൊള്ളിച്ച് ട്രെയിനിങ് അവരെ ഒന്നും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആക്കി, ഒന്നും കൂടിയും ഡീപ്പ് ലേണിംഗ് ഉള്ള അവസരമാക്കിയിട്ട് അവർ മാറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ എഫക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു ക്യാമ്പാണ്. ഒരു ഫോളോ അപ്പ് സെഷനും ഉണ്ടോ അതിനുശേഷം? ഫോളോഅപ്പ് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഗ്രൂപ്പ് അവർ അവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ പല ട്രെയിനേഴ്സും പല പ്രോഗ്രാം കിട്ടുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യും, എങ്ങനെ ഇതൊന്നും കൂടി എഫക്റ്റീവായി കൊണ്ടുപോകാൻ. അപ്പൊ എല്ലാവരും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. കോർപ്പറേറ്റ് മേഖലയിലേക്ക്, ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അധികവും കംഫർട്ട് സോണിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും ഈ സൈക്കോളജി ഫീൽഡിലായതുകൊണ്ട് വരുന്ന കുട്ടികൾ പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു ഫാക്റ്റ് ആണത്. ഗോൾ സെറ്റിംഗ് ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു നിശ്ചിത പ്രായത്തിൽ ഇങ്ങനെ ഒരു ഗോൾ സെറ്റിംഗ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രത്തോളം പോസിറ്റീവായിട്ട് ആ കുട്ടിയുടെ ജീവിതം മാറും? തീർച്ചയായിട്ടും അത് വലിയ മാം പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടികൾ മാത്രമല്ല എല്ലാ മനുഷ്യരും അവന് നന്നായിട്ട് അവന്റെ ഒരുപാട് കഴിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ ആ ഒരു കഴിവ് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു വൈ ഫാക്ടർ എന്ന് പറയില്ല, സൈക്കോളജിക്കൽ ഒരു വൈ ഫാക്ടർ. എന്തിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാലേ ഏത് മനുഷ്യനും പ്രവർത്തിക്കുള്ളൂ. അത് എനിക്ക് തന്നെ അറിയാം. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ലേഡിയാണ്, അവരൊരു ഇസ്ലാമിക് ഫാമിലിയാണ്, അധികം ഒന്നും പുറത്തൊന്നും പോവാത്തൊരു സ്ത്രീ. പക്ഷെ അദ്ദേഹത്തിന്റെ ഭർത്താവ് വളരെ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. ഒരു ട്രാജഡി വന്നു, അവര് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, ബോഡിയൊക്കെ ബെഡിൽ മാത്രമായി അവരുടെ ലൈഫ്. അപ്പോൾ അതിനുശേഷം അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ഒന്ന് കയ്യേറി, ഇവരാകെ തകർന്നു പോയിരുന്നു. പിന്നെ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്ന് കാണുമ്പോൾ ആ ലേഡി തന്നെ പതുക്കെ പതുക്കെ ട്രെയിനിങ് മേഖലയ്ക്ക് വന്നു, പതുക്കെ പതുക്കെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് വളരെ മികച്ച രീതിയിൽ 10-12 പേർക്ക് അവർ തൊഴിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വൈ ഫാക്ടർ, എനിക്ക് പ്രവർത്തിച്ചേ തീരൂ, അല്ലെങ്കിൽ എൻ്റെ കുടുംബവും കുട്ടികളും ഇനി ഒരവസരവും ഇല്ല, ഭാവിയേ ഇല്ല എന്ന് കാണുമ്പോൾ ഏത് മനുഷ്യനും പ്രവർത്തിക്കും. അപ്പൊ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ഉപയോഗിക്കാനുള്ള ഒരു എനർജിയാണ് നമുക്ക് വരേണ്ടത്. അത് വന്നിട്ടില്ലെങ്കിൽ സമൂഹം തന്നെ പതുക്കതാവും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു സൈക്ലിക് ആക്ഷൻ ആവും. വളരെ ഉയർന്നു നിൽക്കുന്ന പല സൊസൈറ്റീസും പല സമൂഹവും കുറെ കാലം കഴിയുമ്പോൾ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകുന്നു. വളരെ ദരിദ്രമായി നിൽക്കുന്ന പല കാര്യങ്ങളും പതുക്കെ പതുക്കെ ഗ്രാജുവലി നോക്കുകയാണെങ്കിൽ പതുക്കെ ഗ്രോത്തിലേക്ക് വരും ചെയ്യും. ഇത് നന്നായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഗ്രാമങ്ങളിൽ ഒരുപാട് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒന്നുമില്ലെങ്കിൽ പോലും അവർ UPSC എഴുതുന്നുണ്ട്, NDA എഴുതുന്നുണ്ട്, ഒരുപാട് എക്സാം അവർ എഴുതുന്നുണ്ട്. കാരണം എന്താ? അവർ കാണുന്നത് അവരുടെ മാതാപിതാക്കൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലിൽ പോകാൻ പോലും പൈസ ഇല്ല. ഈ ചെറിയ കുടിലൊക്കെ താമസിക്കുമ്പോൾ എയർഫോഴ്സിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ, അങ്ങനെ പൈലറ്റായി വന്ന ആളുകൾ. വളരെ വളരെ ചെറിയ കുടിലുകളിൽ നിന്നും വീടുകളിൽ നിന്നും. കാരണം അവർക്ക് ഭയങ്കര ഒരു ഫയർ ഉള്ളിലുണ്ട്, എനിക്ക് പ്രവർത്തിച്ചേ തീരൂ, എൻ്റെ പാരൻസിനും എൻ്റെ കുടുംബത്തിനും ബെസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇന്ന് കുട്ടികൾക്ക് ഈ ഒരു വൈ ഫാക്ടർ കുറവാണ്. അതിന് കുട്ടികളെ കുറ്റം പറയാൻ കഴിയില്ല. അത് സയന്റിഫിക്കലി തന്നെ നമുക്ക് തന്നെ സൈക്കോളജിസ്റ്റ് ജോൺ ബി കാലുവിന്റെ ഒരു യൂണിവേഴ്സ് 25 എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ലാബ് ഉണ്ടായിരുന്നു, ഈ എലികളെ വെച്ചിട്ട്. അതിൽ കുറെ എക്സ്പെരിമെന്റ് നടന്നുണ്ട്. അതിലൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു, ഒരെണ്ണം വളരെ രസകരമാണ്. അതിലിതാണ്, ആ എലികളുടെ ഒരു ഗ്രൂപ്പിന് എല്ലാ സമയവും വേണ്ട ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ്.
ഇവരൊന്നും ചെയ്യേണ്ട, ഒരു ആക്ഷൻ അവരിന് ആവശ്യമില്ല. എപ്പോഴും ഭക്ഷണവും കാര്യങ്ങളും സൗകര്യങ്ങളും എപ്പോഴും കൊടുക്കുന്നു. മരുന്നും ഭക്ഷണവും എല്ലാ സമയത്തും അവൈലബിൾ ആണ്. അതിന് കഴിഞ്ഞ് അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ എലികൾ തന്നെ പരസ്പരം മിംഗ്ലിംഗ് കുറയുന്നു. ഈവൻ മേറ്റിംഗ് അടക്കം അവിടെ നിൽക്കുകയാണ്. അവർക്ക് ഇണയായിട്ടുള്ള ഇടപെടലുകൾ പോലും നിൽക്കുന്നു. എല്ലാ തരത്തിലും അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കുറഞ്ഞ് ഗ്രാജുവലി ആ വംശം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എലികൾ പോകുന്നുണ്ട്. അത് എലികളിൽ മാത്രമല്ല, നമ്മുടെ കുട്ടികളിലും കുടുംബത്തിലും ഒക്കെ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമ്മളുടെ എനർജി ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി നമ്മളൊന്നും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കഴിവുകളും പതുക്കെ വിട്ടുപോകും. അപ്പോൾ അവിടെയാണ് ഈ ഗോൾ സെറ്റിംഗ്സിന്റെ ഒക്കെ ഒരു പ്രാധാന്യം, ഈ വൈ ഫാക്ടർ നമ്മൾ കൊടുക്കേണ്ടത്. ഓരോ കുട്ടിക്കും ഒരു ബോധ്യം കൊടുക്കണം. എന്തിനാണ് നീ പ്രവർത്തിക്കുന്നത്? നമ്മളെല്ലാവരും പറയുന്നത് നീ പഠിക്കുന്നതാണ്. ഹൗ ഫാക്ടർ ആണ് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെ പഠിക്കണം? എങ്ങനെയാണ് പഠിക്കേണ്ടത്? എങ്ങനെ ഡോക്ടർ ആവാം? എങ്ങനെ എഞ്ചിനീയർ ആവാം? വൈ? എന്തിന് നീ പഠിക്കണം എന്നുള്ളൊരു ഉത്തരം നമ്മൾ കൊടുക്കുന്നില്ല. പാരന്റ് എന്ന നിലയിൽ, ടീച്ചർ എന്ന നിലയിൽ, ട്രെയിനർ എന്ന നിലയിൽ ഞാനത് മാത്രമാണ് ശ്രദ്ധിക്കാറ്. എൻ്റെ ക്ലാസ്സുകളിലും ഞാനത് മാത്രമേ പറയാറ്. എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിന്, നിങ്ങളുടെ കുടുംബത്തിന്, മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന റിഫ്ലക്ഷൻസ് അത് പല വീഡിയോസ് ആയിട്ടോ കേസ് സ്റ്റഡീസ് ആയിട്ടോ കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഫയർ വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ NDA ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം അത്. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആർമി, നേവി ഇതിലൊക്കെ ചേർന്നുണ്ട്. പല ആളുകളും ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. കാരണം ആ വൈ ഫാക്ടർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഹൗ ഫാക്ടറിന്റെ ആവശ്യമില്ല. എങ്ങനെ പഠിക്കണം എന്ന് ഒരു മനുഷ്യനും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുള്ള എനർജി വരും. എനർജി വന്ന് ആവശ്യമുള്ള ഒരു മനുഷ്യന് അവൻ തന്നെ തേടും എങ്ങനെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അവൻ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ്റെ ഒന്നും ഒരു കുറവുമില്ല. അപ്പോൾ വൈ ഫാക്ടറാണ് നമ്മൾ പൊക്കിക്കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ വൈ ഫാക്ടറിനെ ഈ ഡ്രീമിനെ ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ കുറച്ച് സഹായിക്കുന്നുണ്ട്. എനിക്കൊരു വിസിബിലിറ്റി, എൻ്റെ ഒരു സ്വപ്നം മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ അത് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ ഈവൻ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സാധാരണ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി നമ്മളെല്ലാം കുറയുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ വീട്ടിൽ 2-3 സ്ഥലങ്ങളിൽ വാട്ടർ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങും. വിസിബിലിറ്റി കൂട്ടുക. അതേ മെത്തേഡാണ് നമ്മൾ കിടക്കുന്ന റൂമിൽ നമ്മളുടെ സ്വപ്നം എന്താണ്, നമ്മുടെ സ്വപ്നം എന്താണ്, നമ്മൾ ആകേണ്ടത്, അതിനെക്കുറിച്ച് 2-3 ഇമേജ്, അതിന്റെ കൂടെ നമ്മുടെ കൂടി ഒരു ഇമേജ് ഒക്കെ വെക്കുമ്പോൾ എന്നും അതിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നും അതിന്റെ വിഷ്വൽ വരികയാണ്, അതെന്റെ ലക്ഷ്യമാകുന്നുണ്ട്, അതെനിക്ക് എനർജി ആവുന്നുണ്ട്, അതിന്റെ ഉള്ളിലെ ഫയറിനെ അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു ഇതാണ്. അപ്പൊ അതൊരു ചെറിയ പ്രോസസ് അല്ല, വളരെ ആന്തരികമായിട്ട് നമ്മളെ ശക്തി കൂട്ടാനും സ്വപ്നങ്ങളിലേക്ക് നയിക്കാനും അതിന് ശേഷിയുണ്ട്. കുട്ടികൾ നിർബന്ധമായിട്ടും പാരന്റ്സോ ടീച്ചേഴ്സോ ഒക്കെ സഹായിച്ചിട്ട് ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കണം. നമ്മൾ പല ക്യാമ്പിനും അത് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് അത് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. നന്നായിട്ട് സഹായിക്കും അത്. ഓക്കെ, വെരി മോട്ടിവേഷണൽ. താങ്ക് യു. ഇനി ഇപ്പോൾ ട്രെയിനിങ് മേഖലയിലേക്കൊക്കെ കടന്നിട്ട് കുറച്ച് നാളുകളായി. എന്തെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഒരു ആളെ ട്രാൻസ്ഫോം ചെയ്തതിന്റെ ആ ഒരു സന്തോഷം കുറെ പേരിൽ ഉണ്ടാവാം, പക്ഷെ ശരിക്കും ഫീൽ ചെയ്ത, ഇപ്പൊ താങ്കൾ പറഞ്ഞു NDAയിലേക്ക് കുറെ കുട്ടികളെ ചേർക്കാൻ സാധിച്ചു, പക്ഷെ എന്നാലും ഒരു ഒരു ഫാമിലിയെ മുഴുവനായിട്ട് രക്ഷപ്പെടുത്താൻ ഈ ഒരു മാറ്റം സഹായിച്ചു എന്ന് തോന്നിയ അങ്ങനെ ആരെങ്കിലും വന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? അതാണ് ഈ ട്രെയിനിങ് മേഖലയുടെ ഏറ്റവും വലിയൊരു പ്ലസ്. ഒരുപാടുണ്ട് മാം, ഒരുപാട്. അത് ട്രെയിനിങ് പോട്ടെ, ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെ ആളുകളുടെ ജീവിതം മാറ്റുന്നത് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. പണ്ട് ഞാൻ പറഞ്ഞൊരു 3:30-4 മണിക്കൊക്കെ എണീക്കും, മെഡിറ്റേഷൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്പിരിച്വലോ സൈക്കോളജിക്കലോ ഒരു കോട്ട് ഇടാറുണ്ട്. അപ്പൊ കുറച്ച് നേരം നിർത്തിവെച്ചു. അപ്പൊ നിർത്തിവെച്ചപ്പോൾ എനിക്കൊരു ലേഡിയുടെ കോള് വരികയാണ്. അവരാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു എംപ്ലോയി ആണ്. വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ചോദിക്കുകയാണ് എന്നോട്, എന്താണ് നിങ്ങളിപ്പോൾ സ്റ്റാറ്റസ് ഇടാത്തത്? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ സ്റ്റാറ്റസും ആളുകൾ മോണിറ്റർ ചെയ്യേണ്ടത്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, ആ കൊറോണ സമയത്ത് അവര് ഒരു ബേബി ഉണ്ടായിരുന്നു. അവർ ഹെൽത്ത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. യൂണിഫോം എടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഈ കുട്ടീനെ ഫീഡ് ചെയ്യുന്ന സമയമാണ് കൊറോണയ്ക്ക് എമർജൻസി മിഷനിൽ അവർ ജോയിൻ ചെയ്യേണ്ടി വന്നു. കുട്ടീനായിട്ട് മാറി നിന്നു. പോസ്റ്റ് ഡെലിവറി ഡിപ്രഷൻ, ഇതെല്ലാം കൂടിയിട്ട് അവര് ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു തീരുമാനം എടുത്ത ദിവസമായിരുന്നു അന്ന്. അപ്പൊ അത് തീരുമാനം നടപ്പിലാക്കാൻ പോവാണ്. ഏറ്റവും മോശമായ തീരുമാനമാണ്. അതെന്താണെന്ന് ഗസ് ചെയ്താൽ മതി. അത് നടപ്പിലാക്കാൻ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്താണ് ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവര് വാട്സപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു സ്റ്റാറ്റസ് ആക്സിഡന്റിൽ അവർ കാണുന്നത്. അത് ഭഗവത്ഗീതയിലുള്ള ഒരു ചെറിയ കോട്ടായിരുന്നു. നല്ല നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം വരും. ശാശ്വതമായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എല്ലാം വരും, പോകും. ഒന്നിനോടും വല്ലാതെ ഒട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. ഈ കാലവും കടന്നു പോകും. എന്ത് പ്രശ്നവും കടന്നു പോകും. എന്ത് കാര്യം വന്നും പോയിക്കൊണ്ടിരിക്കും. വല്ലാതെ ഒന്നിനോടും ഒട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഫ്രീ ആയിട്ട് നടക്കണം എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത്. അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമായി. അവരാ തീരുമാനം ആ ഒരൊറ്റ മെസ്സേജിൽ അവർ ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്.
അപ്പൊ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് എന്നോട് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് ട്രെയിനിങ് മേഖലയിൽ ഒരുപാട് ആളുകൾ, പല ഡോക്ടേഴ്സും, ഒരു ഡോക്ടർ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവര് ഇങ്ങനെ വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോയപ്പോൾ മോശമായിട്ട് ചിന്തിച്ചിരുന്നു. പിന്നെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ഇപ്പൊ അവർ തന്നെ ഒരുപാട് പേരെ മെഡിറ്റേഷൻ കൊടുക്കുന്നു, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അത് ഒരുപാടുണ്ട്. ഏഹ് ഈ പണത്തിനും പ്രശസ്തിക്ക് അപ്പുറം ഏറ്റവും കൂടുതൽ തൃപ്തി തരുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആളുകളിൽ നിന്ന് ഷെയർ ചെയ്യുമ്പോഴാവും. ഓക്കെ, ഹാർട്ട് ടച്ചിങ്. അതുപോലെ വേറൊരു പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത് ഇന്നത്തെ തലമുറയിൽ പരാജയങ്ങളെ നേരിടാൻ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ പരാജയങ്ങളെ നേരിടാൻ നമ്മൾ വലിയ ആളുകളാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ടതില്ലേ? തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതെല്ലാം പഠിപ്പിക്കുക എന്നുള്ള ഒരു രീതിയില്ലേ, നമ്മൾക്ക് എല്ലാവർക്കും മുതിർന്നു കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കാനുള്ള ടെൻഡൻസി കൂടുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ഒരു മനുഷ്യനും പഠിക്കാൻ അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ ആരെങ്കിലും നേരിട്ട് നാച്ചുറലി ആണ് അതെല്ലാം പഠിക്കേണ്ടത്. അതിനുള്ള അവസരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് കുട്ടിക്കാലത്ത് കുട്ടികളെല്ലാം പഠിക്കുന്നത് കളികളിലൂടെ. ലെറ്റ് ദം പ്ലേ. അവർക്ക് കളിക്കാനുള്ള അവസരം കൊടുത്താൽ മതി. ഫുട്ബോളോ ഗെയിംസോ വോളിബോളോ ബാസ്കറ്റ് ബോളോ എന്തെങ്കിലും ഗെയിംസിൽ വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം അവർ പഠിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു ടീമായിട്ട് 10 ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഒരു കുട്ടി 10 പേരായിട്ട് ഒന്നിച്ച് ചേരാൻ ടീമായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റുമോ? ടീമായിട്ട് ചെയ്യുന്നതെല്ലാം ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഓപ്പോസിറ്റ് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ? നമ്മൾ ഗോൾ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വാ മോനെ ദിനേശ നീ ഗോൾ അടിച്ചോ എന്ന് അവർ പറയും. അവർ എതിർക്കും, നമ്മളെ ഫൗൾ ചെയ്യും. ചലഞ്ചസ് വരും, അതിനെ ഓവർകം ചെയ്യാൻ അവർ പഠിക്കുന്നുണ്ട്. ഗോള് അവർക്കറിയാം, ഈ ബോള് പുറത്തേക്കോ ലെഫ്റ്റോ റൈറ്റോ അടിച്ചാൽ പോരെ, കറക്റ്റ് ആ ഗോൾ പോസ്റ്റിൽ തന്നെ അടിക്കണമെന്ന്. ഗോൾ അവർ സെറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഗോൾ അടിക്കാൻ അവർ പഠിക്കുന്നുണ്ട്. കാരണം ഈ ന്യൂറോപാത്തില്ലേ, കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ആ ന്യൂറോപാത്ത് രൂപപ്പെടുകയാണ്. ചലഞ്ചസ് വരുമ്പോൾ ഓവർകം ചെയ്യാം, ടീമായിട്ട് ഇതാക്കാൻ. അതുപോലെ നിയമങ്ങൾ, ഫുട്ബോൾ ഒരിക്കലും കൈകൊണ്ട് ഗോൾ അടിക്കാൻ പറ്റില്ല. നിയമങ്ങൾ ഫോളോ ചെയ്യാൻ ഒരുവിധം കാര്യങ്ങളെല്ലാം കുട്ടികൾ, ഞാൻ പറയുകയാണെങ്കിൽ ലൈഫേ പഠിക്കുന്നത് ഗെയിംസിലൂടെയാണ്. ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്നത് കുട്ടിക്കാലത്താണ്. അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഗെയിംസിലൂടെയാണ്. അതിന് അവസരങ്ങൾ മാതാപിതാക്കൾ ഡോക്ടറും എഞ്ചിനീയറും LKG മുതൽ ട്യൂഷനും കൊടുത്തിട്ട് നിഷേധിക്കുമ്പോൾ കുട്ടികൾ ഇതൊന്നും പഠിക്കുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഗെയിംസിലെ ഏറ്റവും വലിയ ലെസൺ ഞാൻ പഠിച്ചത് ഈ പരാജയത്തെ സ്വീകരിക്കാനാണ്. ഒരു കുട്ടിക്കും ഒരു ഗെയിമിലും എന്നും ജയിക്കാൻ പറ്റില്ല. അവൻ തോൽക്കും. ഇപ്പൊ എന്റെ മോൾക്ക് തോൽക്കാൻ ഭയങ്കര വിഷമമാണ്. അപ്പൊ അവള് ഗെയിം കളിക്കുമ്പോൾ ആദ്യം പൊട്ടിക്കരഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പൊ നമ്മൾ പറയും കുഴപ്പമില്ലടാ നീ പോയിക്കോ. 2-3 ദിവസം അവള് തോറ്റു വരുമ്പോൾ ഒരു ദിവസം അവള് ജയിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി, അവരുടെ ഉള്ളിൽ വലിയൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി ഫോം ആവുന്നുണ്ട്. തോൽവി ഒരു കുത്തകയെന്നല്ല, ഞാൻ 2-3 ദിവസം തോറ്റു കഴിഞ്ഞാലും ജയിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ട്. അപ്പൊ തോൽവി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം, പാർട്ട് ഓഫ് ലൈഫ്. അവർ പഠിക്കണം അത് ആ കുട്ടിക്കാലത്ത്. ഞാനത് ശ്രദ്ധിച്ച ഇതാണ്, വളരെ അക്കാദമിക് മാത്രമായി നടക്കുന്ന കുട്ടികളില്ലേ, അക്കാദമിക്കാണ് ജീവിതം, പഠനം സ്കൂളിലെ പഠനം മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടികളാണ് ഈ ചെറിയ ചെറിയ പരാജയങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ലീഡർഷിപ്പ് ലെസൺസ് ഒക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഈ നാട്ടിൻപുറത്ത് ഏറ്റവും കൂടുതൽ കളിച്ചു വളർന്ന തല്ലും പിടിയും പ്രശ്നങ്ങളും ഗെയിംസും എല്ലാം ഓടിച്ചാടി നടക്കുന്ന പിള്ളേരാണ് ട്രൂ ലീഡേഴ്സ്. അക്കാദമിക്കലി ടോപ്പ് ആവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയി മാറും. വലിയൊരു ഓർഗനൈസേഷനിൽ എത്തി ഒപ്പം ആളുകളെ കൊണ്ടുപോകാൻ അവർ സ്ട്രഗിൾ ചെയ്യും. പരാജയങ്ങൾ വരുമ്പോൾ അവർ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ നാച്ചുറലി ഇതെല്ലാം പഠിക്കണം. സ്കൂളിലായാലും പുറത്തായാലും പരമാവധി ആളുകളെ ഇടപഴകുക, പരമാവധി കളികളിൽ പോവുക, പരമാവധി അനുഭവങ്ങൾ, യാത്രകൾ, ഇതെല്ലാം കൂട്ടുമ്പോൾ എല്ലാ മനുഷ്യൻ പഠിക്കുന്നുണ്ട്. അവന് വേണ്ട എല്ലാം പഠിക്കുന്നുണ്ട്. ഒരു പുസ്തകത്തിന്റെ സഹായം ഇല്ലാതെ എല്ലാം മനുഷ്യൻ പഠിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ. അപ്പൊ അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, പരമാവധി അനുഭവങ്ങൾ കൊടുക്കുക കുട്ടികൾക്ക്. അതെ, വെൽ സെഡ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ആത്മവിശ്വാസം ഇല്ലാതെ ഒരു ഗോൾ ഇല്ലാതെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം, താങ്കൾ പറഞ്ഞല്ലോ വാട്സപ്പ് സന്ദേശം പോലെ ആർക്കെങ്കിലും ഒരു മാറ്റം വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സന്ദേശം. അത് ഞാൻ എൻ്റെ ഒരു മാതൃകയായിട്ട് കരുതുന്ന ഒരു ലേഡി ഉണ്ട്, ദീപ മല്ലിക് എന്നാണ് പേര് കേട്ടോ. ഏകദേശം 10-30 സർജറി നട്ടെല്ലിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽ ഒരുപാട് വേദന അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ ലൈഫാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഭയങ്കര തീവ്രമായിട്ട് എന്നെ സ്വാധീനിച്ചത്. അവര് ക്യാൻസറിന്റെ ഭാഗമായിട്ട് നട്ടെല്ല് സർജറി ഒക്കെ ഒരുപാട് നടന്നു. അതിനുശേഷം അരയ്ക്ക് കീഴെ പാരലൈസ് ആയ ഒരു വ്യക്തിയാണ്. അപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ സഹതിപ്പിക്കുമ്പോൾ ഒരു ദിവസം അവര് പറയാണ് അച്ഛനോട്. അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛൻ, ഡാഡി ഈ ഇങ്ങനെയാണ് സഹതപിക്കുന്ന കരയുന്ന ആളുകളൊന്നും ഇനി മേലാൽ എൻ്റെ റൂമിലേക്ക് വിടരുത്. ദിസ് ഇസ് മൈ ലൈഫ്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പതുക്കെ പിന്നെ പുള്ളിക്കാരി അങ്ങോട്ട് മാറുകയാണ്. അതിനുശേഷം പുള്ളിക്കാരി സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്. അരയ്ക്ക് താഴെ തളർന്നൊരു വ്യക്തിയാണ്. സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്, ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, 3 ചക്രമുള്ള സ്കൂട്ടറിൽ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം അവര്
പിന്നെ ഹിമാലയത്തില് റെയ്ഡ് ദ ഹിമാലയ എന്ന് പറയുന്ന യാത്ര പോവാണ്. ഏകദേശം 1500ഓളം കിലോമീറ്റർ യാത്ര, 5-6 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ -ഡിഗ്രിയിൽ. അത്രയും മനോഹരമായ യാത്ര ചെയ്തു. ഒരുപാട് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ പാരാഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ട് ഷോട്ട് പുട്ടിലും ജാവലിംഗ് ത്രോയിലൊക്കെ പങ്കെടുത്തു. ഏകദേശം 10-23 ഇന്റർനാഷണൽ അവാർഡ് അവർ നേടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ലൈഫിൽ എന്നെ ശരിക്കും സ്വാധീനിച്ചു. കാരണം അവര് ഫിസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്നില്ലെങ്കിലും വികലാംഗയാണ്. അവരുടെ പകുതി തളർന്നു കിടക്കുകയാണ്. പക്ഷെ അവരെ നോക്കിയിട്ട് എനിക്ക് പറയാൻ കഴിയുമോ നിങ്ങളൊരു വികലാംഗയാണെന്ന്? ഒരു കുഴപ്പമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അവര് നേടിയതിന്റെ അവര് കൊടുത്തതിന്റെ 10-1 പോലും എനർജി കൊടുക്കാതെ അവരെ നോക്കിയിട്ട് നമുക്ക് വികലാംഗ എന്ന് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടോ? അതെന്റെ മനസ്സിൽ ഇങ്ങനെ കൊള്ളുമായിരുന്നു. അപ്പൊ എനർജി ഉപയോഗിക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനർജി ഉപയോഗിക്കുക, നമ്മളെ സ്വയം തിരുത്തുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠനം മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം നമ്മളങ്ങോട്ട് തിരിച്ചറിയും നമ്മൾ വലിയൊരു പവർഫുൾ പേഴ്സൺ ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ ഇടയിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഓരോ കളിയാക്കാനൊക്കെ വരും. നെവർ മൈൻഡ്, വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫുൾ എനർജിയിൽ അതിൽ പഠിക്കുക, അതിൽ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം നിങ്ങൾ തന്നെ തിരിച്ചറിയും നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് കുട്ടികളോടല്ല, ഞാൻ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയുന്നു. കുറേയേറെ അനുഭവങ്ങൾ, പുഞ്ചിരിയോടെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ്, പദവികളൊക്കെ രണ്ടാമത് വരുന്ന സംഭവങ്ങളാണ്. മനുഷ്യബന്ധങ്ങൾക്ക് വില നൽകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എത്ര ഉയരങ്ങളിൽ എത്തിയാലും ലാളിത്യം കൈവിടാത്ത ഒരു ജീവിതം, എത്ര വിജയങ്ങൾ നേടിയാലും മൂല്യങ്ങൾ കൈവിടരുതെന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി. കുറേയേറെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ തങ്ങിയത് പേർപ്പസ്, വൈ, റീസൺ. അത് ഇന്നത്തെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വൈൻ്റെ പിറകെ പോവുക, എന്താണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ജീവിതത്തിൽ വന്നു ചേർന്നു. ഇന്ന് കുറേയേറെ അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചു. ഏറെ കടപ്പാടോടുകൂടി താങ്കളെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രഞ്ജിത മാം. ഒരുപാട് സന്തോഷം. താങ്ക് യു.